ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ജോബ്സ് യൂണിവേഴ്സ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ വീഡിയോ എന്ന് പറയുന്നത് ഹെയറിൽ ഡാൻഡ്രഫോ ഇച്ചിങ്ങോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളവർക്ക് സ്യൂട്ടാവുന്ന ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡിയാണ്. ആൻഡ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതും എനിക്ക് ഇങ്ങനത്തെ ഇച്ചിങ്ങും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു റെമഡിയാണ് നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോണത്. ഞാൻ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ തല വാഷ് ചെയ്യുന്ന ഒരാളാണ്. ഇൻ കേസ് എന്തെങ്കിലും ഒരു അർജൻറ്റായിട്ട് എന്തെങ്കിലും ഒരു കാര്യം വന്നിട്ട് നമുക്ക് ആ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് തെറ്റിപ്പോയി, ആ ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ തല കഴുകാൻ പറ്റിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഡാൻഡ്രഫ് ഉള്ളതുകൊണ്ടായിരിക്കാം നന്നായിട്ട് ഇച്ചിങ് വരാറുണ്ട്. പിന്നെ ഐ തിങ്ക് എൻ്റെ സ്കാൽപ്പ് കുറച്ച് ഡ്രൈയും കൂടിയാണ്. അപ്പോൾ എനിക്കിങ്ങനെ ഇച്ചിങ് വരുന്ന സമയത്ത് ഞാനത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്ത റെമഡിയാണ്. പക്ഷേ ട്രസ്റ്റ് മീ ഗൈസ്, ഈ സാധനം യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വക ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് തലയ്ക്ക് ചൊറിച്ചിലോ അല്ലെന്നുണ്ടെങ്കിൽ ഡാൻഡ്രഫിൻ്റെ പ്രോബ്ലമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അതിനകത്ത് നിന്ന് കുറച്ച് റിലീഫ് കിട്ടുന്ന ഒരു റെമഡിയാണ് ഞാൻ ചെയ്യാൻ പോണേ. അപ്പം അധികം വലിയ സാധനങ്ങളൊന്നുമില്ല, നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. മോസ്റ്റ് പ്രോബബ്ലി വീട്ടിലുണ്ടാവുന്ന സാധനങ്ങളാണ്. എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിതിവിടെ ഉണ്ട്, അതുകൊണ്ട് ഒരുപാടിങ്ങനെ ചോദിച്ച് നടക്കേണ്ട കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. സോ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും ഉണ്ട്. നമ്മുടെ തല കുറച്ച് റിഫ്രഷ് ആക്കി വെക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെമഡിയാണ് ഞാൻ പറഞ്ഞു തരാൻ പോണേ. സോ വലിച്ചു നീട്ടാതെ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ ഒന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒട്ടുമിക്ക ആൾക്കാരുടെ വീട്ടിലും കാണും, എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമെന്ന് എനിക്കറിയത്തില്ല, എന്നാണല്ലോ എൻ്റെ വീട്ടിലുണ്ട്. ഞാൻ എന്താണല്ലോ അത് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഒന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ്, ആര്യവേപ്പിൻ്റെ ഇല. ഇതിൻ്റെ ഒരു മരം തന്നെ നമുക്കിവിടെ ഉണ്ട്, കൈ എത്തുന്നിടത്ത് തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് പൊട്ടിച്ചെടുക്കാം ഗൈസ്. ഇത് ഒരുപാടൊന്നും വേണ്ട, ഞാൻ ഇത്ര എടുത്തിട്ടുള്ളൂ. ഇത്രയും തന്നെ മതി. എൻ്റെ ഹെയറിൻ്റെ ലെങ്തിന് ഇത്രയും ധാരാളം, നിങ്ങളുടെ ഹെയറിൻ്റെ ലെങ്ത് അനുസരിച്ച് എടുക്കാം. ഓക്കെ, അപ്പം ഇത്രയാണ് ഞാൻ എടുത്തേക്കുന്നത്. രണ്ടാമത്തത് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. രണ്ടാമത്തെ സാധനം എന്ന് പറയുന്നത് നിങ്ങൾ ഈ കാണുന്ന ഈ അലോവേറയാണ്. ഇവിടുത്തെ ഭയങ്കര ശോഷിച്ച് നിൽക്കുകയാണ്, പക്ഷേ ഇത് നമുക്ക് വേണം. ഇതൊന്ന് കഴുകി എടുക്കാനുണ്ട് കേസ്. തീ കണ്ടോ, നന്നായിട്ട് മണ്ണൊക്കെ പറ്റിയിരിക്കുകയാണ്. ആൻഡ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൻ്റെ അറ്റത്തിൻ്റെ തുമ്പത്ത് ഒരു യെല്ലോ കളറിൽ അതിൻ്റെ കറ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ കറ നമുക്ക് ആവശ്യമില്ല, അതിൻ്റെ കറ തേക്കാൻ പാടില്ല. അപ്പോൾ ഇത് കഴുകിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ ചരിച്ച് കൊടുക്കണം. ചരിച്ച് വെക്കുന്ന സമയത്ത് അതിൻ്റെ കറയൊക്കെ പോയി കിട്ടും. എന്നിട്ട് വേണം നമ്മളിത് യൂസ് ചെയ്യാൻ. അപ്പോൾ ഇത് ഞാനൊന്ന് കഴുകി വെക്കാവേ. ഓക്കെ, അപ്പം നമ്മളിപ്പം നമ്മുടെ ഇതിന് ആവശ്യമുള്ള 2 സാധനങ്ങൾ എടുത്തു കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇത് ഞാൻ പറഞ്ഞില്ല, ആ കറ മാറുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു മെയിൻ കാര്യം ചെയ്യാനുണ്ട്. ഹെയറിൽ ഓയിൽ ഇടണം. അതിപ്പോൾ നിങ്ങൾ എന്ത് ഓയിലാണോ ഇടുന്നത് അതിട്ടാൽ മതി. ഹെയറിൽ ജസ്റ്റ് ഒരു 5 മിനിറ്റ്സ് മുന്നെങ്കിലും നമ്മളൊന്ന് ഓയിൽ ചെയ്ത് വെച്ചേക്കണം. ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ ഇതാണ്, ഡാബർ ആംലയുടെ ഹെയർ ഓയിലാണ്. കുറച്ച് നന്നായിട്ട് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഹെയർ ഓയിൽ ഞാൻ എൻ്റെ ഹെയറിലൊന്ന് അപ്ലൈ ചെയ്തിട്ട് വരാം. ഞാൻ എൻ്റെ തലയിൽ വളരെ പെട്ടെന്ന് എണ്ണയൊക്കെ വെച്ച് ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്തു, മുടി കെട്ടി വെച്ചിട്ടുണ്ട്. നന്നായിട്ട് മസാജ് ചെയ്യാൻ നമ്മൾ ഈ ഹെയറിൽ ഞാൻ പറഞ്ഞ ഈ സാധനം ഇട്ട് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അലോവേരയുടെ കറയൊക്കെ പോയിട്ടുണ്ട്. അലോവേര പീൽ ചെയ്ത് നമ്മൾ അതിലെ ഫ്ലഷും നമ്മൾ ഈ എടുത്തിരുന്ന വേപ്പിലയും കൂടി മിക്സിയിലിട്ട് നന്നായിട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. ഒരു ജെല്ലി കൺസിസ്റ്റൻസിയാണ് ഇതിൽ നമുക്ക് കിട്ടും. ദെൻ ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഒരു സാധനം മേടിച്ചപ്പോൾ ഫ്രീ കിട്ടിയതാണ്. ബട്ട് ഇതിന് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയതുകൊണ്ട് ഞാൻ പാക്കുകളൊക്കെ ഇടാനായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഇതിനകത്ത് ചേർക്കാൻ പോകുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതുമായിട്ടുള്ളൊരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയായിരിക്കും, ഇത് വൈറ്റമിൻ ഇൻ്റെ ക്യാപ്സ്യൂൾസാണ്. ഇത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാണ് വേണ്ടത്. ഇത് ഇങ്ങനെ ഞെക്കി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ പൊട്ടും. യെസ്, പൊട്ടി. ഇതിലേക്ക് ഇത് 2 നമ്മൾ ആഡ് ചെയ്യുക. ഗൈസ്, ഞാൻ 2ഉം ആഡ് ചെയ്തിട്ടുണ്ട്. അതാണ് ഈ 2 ഡ്രോപ്പായിട്ട് കിടക്കുന്നത്. ഞാനങ്ങനെ 2 ക്യാപ്സ്യൂളും ആഡ് ചെയ്തു. ഓക്കെ, ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക ഗൈസ്. അതുപോലെ എപ്പോഴും നിങ്ങൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പാക്ക് എന്ന് പറയുന്നത്. എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഹെയറിൽ പാക്കോ കാര്യങ്ങളോ ഇടുമ്പോഴത്തേക്കും മാക്സിമം പുറത്ത് നിന്ന് ചെയ്യാൻ നോക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പൊടിയൊക്കെ താഴെ വീഴും. ആൻഡ് ഇതൊക്കെ മുടിയൊക്കെ കുറച്ച് താഴെ വീഴാൻ ചാൻസ് ഉണ്ട്. അത് എക്സ്ട്രാ നമുക്ക് പണിയാവും. അപ്പോൾ നമ്മൾ ബുദ്ധിപൂർവ്വം പുറത്ത് നിന്നിട്ട് ഹെയറിലോട്ട് അപ്ലൈ ചെയ്യുക.
ഞാൻ കാണിച്ചില്ലേ അത്രയും ക്വാണ്ടിറ്റി മതി എനിക്ക്. എൻ്റെ ഹെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാടില്ല, വളരെ ഷോർട്ടാണ്. അപ്പോൾ ഈ ഹെയറിലോട്ട് അപ്ലൈ ചെയ്യാനായിട്ട് എനിക്ക് അത്രയും മതിയായിരുന്നു. നിങ്ങൾക്ക് ഹെയറിന് നല്ല വോളിയവും ലെങ്തും ഒക്കെ ഉള്ള ഹെയർ ആണെങ്കിൽ അതിനനുസരിച്ച് നമ്മളിപ്പോൾ എടുത്തേക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവ് കൂട്ടുക. ആൻഡ് അടുത്ത പ്രോസസ്സ് നമുക്കിതൊന്ന് അപ്ലൈ ചെയ്യാം. നന്നായിട്ട് മസാജ് ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് നന്നായിട്ട് മസാജ് ചെയ്യുക. എൻ്റെ ഒരു 30 മിനിറ്റ്സ് എങ്കിലും തലയിൽ അത് വെച്ചേക്കാം. ഓക്കെ ഗൈസ്, അപ്പം ഞാൻ എൻ്റെ തലയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് നന്നായിട്ട് മസാജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ഉറക്കവും വരുന്നുണ്ട്. അതാണ് വേറൊരു ഗുണം. ഇതിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഉറക്കം വരും. ഇതിനി ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഒരു മൈൽഡ് ഷാമ്പു യൂസ് ചെയ്തിട്ട് നിങ്ങൾ തല വാഷ് ചെയ്ത് കളയണം. അത്രയേ ഉള്ളൂ. പാക്ക് വളരെ സിമ്പിളാണ്. ഈ പറയുന്ന ആര്യവേപ്പിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്കറിയാം. ഈവൻ തലയ്ക്ക് മാത്രമല്ല, എവിടെയെങ്കിലും ശരീരഭാഗത്ത് എവിടെയെങ്കിലും ചൊറിച്ചിലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ആര്യവേപ്പും മഞ്ഞളും ഒക്കെ വളരെ നല്ലതാണ്. ആര്യവേപ്പ് തലയ്ക്ക് വളരെ നല്ലതാണ്. ഡാൻഡ്രഫ് കാര്യങ്ങളൊക്കെ പോകാൻ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടാണ് ഞാനത് പരീക്ഷ നോക്കിയത്. സോ വളരെ യൂസ്ഫുൾ ആയിരുന്നു. എനിക്ക് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, കാരണം തലയിലെ ചൊറിച്ചിലൊക്കെ മാറാനായിട്ട്. അപ്പോൾ നിങ്ങളിത് എന്താണെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ആൻഡ് ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് തല നന്നായിട്ട് സ്കാൽപ്പ് വാഷ് ഓഫ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ ഫീല് മനസ്സിലാവും. നല്ലൊരു കുളിർമ കിട്ടും. അപ്പം എന്താണെങ്കിലും നിങ്ങളതൊന്ന് ചെയ്ത് നോക്കുക. അപ്പം നമുക്കിത് വാഷ് ചെയ്തിട്ട് കാണാം. അപ്പോൾ ഗൈസ്, ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് തലയൊക്കെ കഴുകി വന്നിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അപ്ലൈ ചെയ്ത പാക്ക് ഭയങ്കര നല്ലതാട്ടോ. കുളിച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. കാരണം തലയ്ക്ക് ഭയങ്കരമായിട്ടൊന്ന് റിഫ്രഷ് ആയ ഫീല് നിങ്ങൾക്ക് കുളിച്ച് കഴിയുമ്പോൾ തന്നെ കിട്ടും. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയൊക്കെ ഉള്ളൂ. എന്താണെങ്കിലും നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. വീക്ക്ലി വൺസ് പോട്ടെ, മന്ത്ലി വൺസ് എങ്കിലും നമ്മുടെ സ്കാൽപ്പിനെ ഒന്ന് കെയർ ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.